സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ വെട്ടിലാകുകയാണ് ഈ CPM-ഉം കോൺഗ്രസും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള നേതാക്കളുടെ ചിത്രമാണ് ഇരു പാർട്ടികളും ആയുധമാക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെതിരെയായ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ കടന്നാക്രമണം രണ്ടും കൽപ്പിച്ചാണെന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലാണ് കോൺഗ്രസും CPM-ഉം ഒരുപോലെ വെട്ടിലായിരിക്കുന്നത്. CPM നേതാക്കൾ ഉൾപ്പെട്ട കേസിൽ നടപടിയൊന്നും എടുക്കാത്തത് പാർട്ടി തലത്തിൽ വരെ വലിയ ചർച്ചയായി കഴിഞ്ഞു. വിജയകുമാറിനെയും പത്മകുമാറിനെയും സംരക്ഷിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഉയർന്നു വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ ശബരിമല വിഷയം ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അവകാശവാദം. ശബരിമല സ്വർണ്ണ കവർച്ച വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ആയുധമാക്കി കോൺഗ്രസ് മാറ്റുമ്പോഴും പ്രധാന നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്നതാണ് പ്രധാന ചോദ്യം. സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് നേതൃത്വം മുഴുവൻ വെട്ടിലായിരിക്കുകയാണ്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ള CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യാത്തതിന് കാരണം SITക്ക് മേലുള്ള സമ്മർദ്ദമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ പിണറായി വിജയൻ അടൂർ പ്രകാശിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഭക്തർക്കൊപ്പമുണ്ടെന്ന ടാഗ് ലൈൻ ഉപയോഗിക്കാൻ വെമ്പുന്ന കോൺഗ്രസിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ന്യായീകരണങ്ങളും അവകാശവാദങ്ങളും എന്തായാലും CPM-ഉം കോൺഗ്രസും ഒരുപോലെ വെട്ടിലായിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ജനം, തിരുവനന്തപുരം.